ഇത് UDF അല്ല കേക്കച്ചൻ പാർട്ടി. ഇന്ന് കോൺഗ്രസിന്റെ നിലവിലുള്ള അവസ്ഥ കണ്ട് ജനങ്ങൾ പറയുന്നു ഇത് UDF ഒന്നുമല്ല, ഇത് കേക്കച്ചൻ പാർട്ടി എന്ന്. കാരണം കേക്കച്ചൻ മാത്രമേ മുന്നിലുള്ളൂ. നിയന്ത്രിക്കുന്നതും കേക്കച്ചൻ, സംവിധാനം കേക്കച്ചൻ, അഭിനയം കേക്കച്ചൻ, കർട്ടൻ വലിക്കുന്നത് കേക്കച്ചൻ, അങ്ങനെ മൊത്തവും കേക്കച്ചൻ മയമാണ്. UDF ടീം UDF എന്നൊക്കെ ഇയാൾ നാഴികയ്ക്ക് 40 വട്ടം ആവർത്തിക്കുന്നുണ്ട് എങ്കിലും ഈ ടീമിനെ മാത്രം നമുക്ക് കാണുവാൻ സാധ്യമല്ല. ടീമിനെ എല്ലാം ഇയാൾ ഈ ഒതുക്കീസൻ ഒതുക്കിക്കളഞ്ഞു. പക്ഷെ പറയുമ്പം തികഞ്ഞ ഒരു ഏകാധിപതിയാണെങ്കിലും എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ ഓടിക്കുന്നതെങ്കിലും ഇയാൾ പറയുന്നത് ടീം UDF എന്നാണ്. ഇതിലെ പ്രധാനപ്പെട്ട കക്ഷികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നേതാക്കന്മാർ. ആരുണ്ട് മുൻപന്തിയിൽ? ഇയാളുടെ തന്നെ കളിപ്പാട്ടമായ KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു കളിപ്പാട്ടം. പിന്നെ ആരെ നമുക്ക് കാണാൻ സാധിക്കും? ചെന്നിത്തലയാണെങ്കിൽ ചെന്നിത്തലയുടേതായ ഒരു സമാന്തരമായ രീതിയിൽ അയാൾ പോകുന്നു. ചില സമയത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ റോള് ശരിക്കും കളിക്കുന്നത് ഈ ചെന്നിത്തലയാണ്. ചെന്നിത്തലയ്ക്കാണ് ചില വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതും എന്തെങ്കിലുമൊക്കെ പറയുവാൻ ശ്രമിക്കുന്നതും. ഈ കേക്കച്ചൻ എല്ലാ ദിവസവും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് ഒരു സ്കിറ്റ് കളിച്ച് പോകുന്ന വെറും ഒരു അഭിനയ തൊഴിലാളി എന്നതിലുപരം ഇയാൾക്ക് മറ്റൊരു പ്രസക്തിയും ഈ പാർട്ടിയിലില്ല. അതുപോലെ ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശബ്ദം പോലും നമുക്കിപ്പോൾ കേൾക്കാനില്ല. ഇപ്രകാരം ഒരു സംവിധാനം, ഒരു അലയൻസ് ഉണ്ടെന്ന് പോലും ഒരു തോന്നലുണ്ടാകാത്ത രീതിയിൽ അവർ വളരെയേറെ നിശബ്ദരാണ്. പിന്നെ ഈ ഈർക്കിലി പാർട്ടികളായ കേരള കോൺഗ്രസ്, ജേക്കബ് ജോസഫ്, RSP ഒക്കെ പോലെയുള്ള ഈ പീക്കിരികളുടെ ഒരു ഞരങ്ങലോ മൂളിച്ചയോ പോലും നമുക്ക് കേൾക്കുവാൻ സാധിക്കത്തില്ല. പക്ഷെ പറയുന്നത് ടീം UDF ആരാ? ഈ കേക്കച്ചൻ. അതുകൊണ്ട് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, UDF എന്നൊന്നും പറയേണ്ട, കേക്കച്ചൻ പാർട്ടി അത് മതി. ഇതിനെ കേക്കച്ചൻ പാർട്ടി എന്നായിരിക്കും ഇനിയും അറിയപ്പെടുക. കാരണം വേറെ ഒരു സംവിധാനവുമില്ല, കേക്കച്ചൻ മാത്രമേ ഉള്ളൂ. കേക്കച്ചൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇയാളുടെ ഇംഗിതത്തിന് വഴങ്ങിയ കുറേ സ്ത്രീകളെ ഇയാൾ ട്യൂൺ ചെയ്ത് കൊണ്ടുവരുന്നതായാണ് വിവരം. അതുപോലെ മാധ്യമ മേഖലയിലുള്ള ചില നൊട്ടോറിയസ് സ്ത്രീകളെയും ഇയാൾ വീണ ജോർജിന് മന്ത്രിപദം കൊടുത്ത പോലെ അടുത്ത തവണ മോളെ നിന്നെ മന്ത്രിയാക്കാമെന്നും പറഞ്ഞ് ഇയാൾ കൂടെ കൊണ്ടു നടപ്പുണ്ട്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങൾ അടുത്ത ദിവസം നമുക്ക് കാണാം. ഇനി നമുക്ക് കേൾക്കുവാൻ പോകുന്നത് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഒരു പ്രതികരണമാണ്. മുംതാസ് എറണാകുളം സ്വദേശിയാണ്. അതുപോലെ തന്നെ ഹരിപ്പാട് സ്വദേശിയാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മട്ടാഞ്ചേരി നിയോജക മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിന്റെ മകളാണ് ഈ മുംതാസ്. സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുക. മുംതാസ് സംസാരിക്കുമ്പോൾ നമുക്ക് അശ്ലീല പദങ്ങൾ എന്ന് തോന്നാവുന്ന ചില പദങ്ങൾ അവർ പ്രയോഗിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ബീപ്പ് അടിക്കുന്നോ കട്ട് ചെയ്യുന്നോ ഇല്ല. അതിനെ നമുക്ക് ഒരിക്കലും ഒരു അശ്ലീലമായി കണക്കാക്കാൻ പറ്റത്തില്ല. കാരണം ഇയാൾ ഇത് അർഹിക്കുന്നു. തലമുറകളുടെ പാരമ്പര്യമുള്ള വലിയ നേതാക്കന്മാരുടെയൊക്കെ മക്കൾ പോലും ഈ കേക്കച്ചനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ ഇവിടുത്തെ ജനങ്ങൾ, ഈ കോൺഗ്രസ്സുകാരന്മാർ കേൾക്കണം. UDF എന്ന ഈ മുന്നണി സംവിധാനത്തെ വെറും കേക്കച്ചൻ പ്രസ്ഥാനമാക്കി ഒതുക്കിക്കളച്ച ഈ ഷണ്ടന്മാരായി തീർന്ന വന്ധ്യംകരിച്ച കോൺഗ്രസ്സുകാർ ഇത് കേൾക്കണം. ഈ പ്രസ്ഥാനത്തെ ജനങ്ങൾ ഇന്ന് എന്തുകൊണ്ടാണ് കേക്കച്ചൻ പാർട്ടി എന്ന് വിളിക്കുന്നത്? അതുപോലെ സാധാരണ ജനങ്ങൾ പോലും സംസാരിക്കുമ്പോൾ അശ്ലീലം കലർന്ന ഭാഷയിൽ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? ഈ അവസ്ഥയിലേക്ക് ഈ പാർട്ടിയെയും ഈ നാണം കെട്ടവരെയും എത്തിച്ചത് എന്താണെന്ന് ഒരു ആത്മവിചിന്തനം നിങ്ങൾ നടത്തുക. ഇനി മട്ടാഞ്ചേരി നിയോജക മണ്ഡലം കോൺഗ്രസ് പാർട്ടിയുടെ മുൻ പ്രസിഡന്റിന്റെ മകൾ, ഇപ്പോൾ ഹരിപ്പാടിൽ താമസിക്കുന്ന മുംതാസിന്റെ വാക്കുകൾ കേൾക്കാം. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്
ജനങ്ങളുടെ പ്രതികരണങ്ങൾ. എന്റെ പേര് മുംതാസ് എന്നാണ്. എന്റെ വീട് കൊച്ചിയിലാണ്. ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആലപ്പുഴയെന്നാണ്. ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് സാറേ. കഷ്ടമായി പോയി ആ കൊച്ചിനിട്ട് ഇങ്ങനെ ഈ പീഡനത്തിന് ഭയങ്കര ഇരയായിട്ട് ആ കൊച്ചിന്. അവന് എന്തിനാ ഈ മൗനം പാലിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്? ആ കൊച്ചിന് ഒരു സഹോദരന്റെ സ്ഥാനത്ത് കാണുന്ന ഒരു കൊച്ചന്, എന്തൊരു ഭാവിയുള്ള ഒരു കൊച്ചന്. ഈ VD സതീശൻ ഉണ്ടല്ല, തമ്പല കൈവരുടെ മോനെ അവനെ ഇറക്കി കൊണ്ടുവരണം. ഞങ്ങളെക്കും പടക്കമായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാ ഫോർട്ട് കൊച്ചിയും ഇതും കൂടെ, മുനമ്പോ വൈപ്പിയും ഇതും അക്കരെ ഇക്കരയും കൂടെ. ഇവനെയും ജയിപ്പിക്കും ഇവനെയൊക്കെ. ഇവൻ ജയിപ്പിക്കത്തില്ല. ഇവൻ പന്നനെ സാറേ ഈ VD സതീശൻ എന്ന് പറഞ്ഞു. ഇവൻ പറവൂര് കേറാത്ത ഒരു വീടും ഇവനില്ല. മട്ടാഞ്ചേരി നിയോജക മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ മോളാണ് ഞാൻ അത്ര വർഷത്തിൽ ഞാൻ അവിടെ ആ ഏരിയയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ 40-45-50 വോട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. ഈ പട്ടിത്തേള കാത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ വിചാരിച്ചൊരു നല്ലൊരു സർക്കാർ വന്നാൽ നല്ല ഒരു അനുകൂല്യം ഉണ്ടാവും എന്ന് വിചാരിച്ചേ. ഈ കന്നാലി ഇവന് കേറാത്ത പെണ്ണുങ്ങളില്ല സാറേ. ഇവിടെ ചോദിച്ചാൽ മതി, പറവൂര് ശാന്തൻ ഇറക്കിയാൽ മതി, ഇവന്റെ തളർച്ച അന്നേ പോവും. പറവൂര് ശാന്ത 2 മക്കളുണ്ടായി. ഇപ്പൊ പെണ്ണുണ്ടല്ല, ഇവളെ അമ്മ അവിഹിത ബന്ധത്തിലുണ്ടായ പെണ്ണാണ് ഈ പെണ്ണ്. എന്നാ വെച്ചാൽ സതീശന്റെ വീടിന്റെ തെക്കേലെ ഒരു കൊച്ചിനെ ഞങ്ങളെ തെക്കേല് കെട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അവള് പറഞ്ഞ ചരിത്രങ്ങളാണ് ഇതെല്ലാം. ഇവന്റെ കാര്യം കാണാൻ വേണ്ടിയിട്ട് തല്ലി ഇറക്കാൻ വേണ്ടിയിട്ടാണ് അവന് ഇവളെ കാല് താങ്ങി പിടിച്ചിരിക്കുന്നത്. എന്തിനാ ഇങ്ങനെ പാവം ചെയ്യുന്നത് ഈ തായോളിയൊക്കെ ഇരുന്നിട്ട്? ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈ രമേശ് ചെന്നിത്തലന്റെ ഏരിയയിലാണ് ഞാൻ കിടക്കുന്നത്, ഹരിപ്പാട്. അയാളെ കുറിച്ച് ഇന്ന് വരെ മോശമായിട്ട് ഒരഭിപ്രായം ഒരു മനുഷ്യൻ പറഞ്ഞിട്ട്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഹരിപ്പാട് ടൗണിലോട്ട് പോയപ്പോൾ ടാക്സിക്കാരും നാട്ടുകാരും ജനങ്ങളും എല്ലാവരും ഇയാളെ കുറ്റം പറയുക. ഇനി അയാൾ അവിടെ നിന്നാൽ ജയിക്കത്തില്ല. ഹരിപ്പാട് നിന്ന് ഏത് ജനങ്ങളെ കൂടെയും ചെന്നിത്തല ജയിക്കുമായിരുന്നു. പക്ഷേ ഈ വർഷം ഇനി അവനെ ജയിപ്പിക്കത്തില്ല. ഇയാളെ മൂടും താങ്ങി നടക്കാം. എനിക്കൊക്കെ വലിച്ച പെണ്ണുങ്ങളെ കുതി നാങ്ങി നക്കിക്കൊണ്ട് ഇരിക്കുന്നതാണ് നല്ലത്. പട്ടിത്തായോളികൾ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? കോൺഗ്രസിൽ ഒറ്റ നേതാക്കന്മാർ ഇപ്പൊ എന്താ അഞ്ഞാടാത്തത്? ഈ ചെറുപ്പം ആമ്പിള്ളേര് കേരളയിലല്ലേ ഈ പറഞ്ഞത്? നമ്മളെ ഉമ്മൻചാണ്ടി സാറിനെ എന്തെല്ലാം പറഞ്ഞു. ഇപ്പോഴും വന്ന് അദ്ദേഹം ജീവിച്ചിരിക്കത്തില്ലേ? വലിയ ഒരു ഫ്രെയിമാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ എടുത്തുകൊണ്ടുവന്ന് ഫ്രെയിം ചെയ്ത് ഞങ്ങളെ ഫ്രണ്ടിൽ വെച്ചിരിക്കുക. ഞങ്ങളെ വീട്ടിൽ ഒരു BJP-ക്കാരും കയറത്തില്ല, മാർക്സിസ്റ്റുകാരും വോട്ട് ചോദിച്ച് വരത്തില്ല. അവർക്കറിയാം ഞങ്ങൾ കോൺഗ്രസ്സുകാരാണെന്ന്. ഇയാൾ നല്ല കാര്യം ചെയ്തിട്ടുള്ള സാറാ, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാ. ഞാൻ എന്തും ഓഫീസിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് സാധിച്ചു തന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് അയാളെ ഞാൻ വെറുക്കുന്നു. ഞാൻ പറഞ്ഞു 20 വർഷമായിട്ട് ഞാൻ വോട്ട് കൊടുക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. ഞാനിവിടെ ഇല്ലായിരുന്നു, സ്ഥലത്തില്ലായിരുന്നു, ഞാൻ ഗൾഫിലായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ ഇപ്പം എനിക്ക് വോട്ട് ലിസ്റ്റിൽ ഇപ്പം പേര് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം. ഞാൻ പറഞ്ഞു ഈ നായിൻ്റെ മോന് ഇവിടെ നിൽക്കലാണ്, വോട്ട് കൊടുക്കത്തില്ല. എന്തായാലും അവരെന്നെ കയറിക്കോട്ടെ എന്ന് ചെയ്യാൻ. ഇവൻ കുറേ നാൾ വെച്ചോണ്ടിരുന്നതാ ഈ VD സതീശൻ. അതെന്താ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കാത്തത്? അല്ലെങ്കിൽ ഇവര് ഇപ്പൊ ഈ എല്ലാരും സർക്കാരിന്റെ ഇത് മടുത്ത് 10 വർഷം കൊണ്ട് ജനങ്ങൾ മടുത്ത്, വിലക്കയറ്റവും അതും ഇതും, അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല, ഇവരെ മടുത്ത് എങ്ങനെയെങ്കിലും ഈ വർഷം ഇവരെ താഴ്ത്തിയിടണമെന്ന് പറഞ്ഞ അവനെ ഒത്തുപിടിച്ച് ഇവരെ കോൺഗ്രസ്സുകാർ ഒത്തുപിടിച്ചിട്ട് ഇവരെ കയറ്റല്ലേ വേണ്ടത്? ചെറുപ്പക്കാർ പിള്ളേര് ഞാൻ പറയുന്ന സാറേ 50 വയസ്സ് തികഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ പട്ടിനെ നിയമസഭയിൽ ഇരുത്തരുത്. എല്ലാവരും കൊച്ചു പിള്ളേരുണ്ട് ഇവിടെ ഭരിക്കാം. അതേപോലെ ഈ ഹരിപ്പാടുന്ന ഒരു പെണ്ണ് വിളിച്ചു പറഞ്ഞു, എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ അവളാരാ? അവള് ഹരിപ്പാട് കയറാത്ത ആണുങ്ങളില്ല. അവള് ഇപ്പൊ ഒരു അഭിഭാഷകൻ കെട്ടി അവനിട്ടേച്ചു പോയി. ഇവള് വാടകയ്ക്ക് വീട് താമസിച്ച് ഇവള് സിനിമ ഷൂട്ടിങ്ങിൽ നിന്നും പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ ആണുങ്ങളെയും കൂട്ടി വരുന്നവളായി. അവള് അങ്ങനെ കണ്ട് ഹൗസ് ഓണർ അവിടെ നിന്ന് വീട് മാറ്റിച്ച് അമ്മയെ മോളെ വീട്ടിൽ കയറ്റാണ്ട് ആൾക്കാർ ഒരു സ്ഥലത്തുനിന്ന് വീട് കൊടുക്കാത്ത പരിസരം അവിടെ ആയിത്തീർന്ന്. ഹരിപ്പാടിൽ വന്ന് അന്വേഷിച്ചാൽ അവള് പന്ന വെടിയാ. എന്നിട്ട് അവള് ഈ രാഹുലിനെ കുറ്റം പറയുന്ന. ആദ്യം അവരവരുടെ ചിത്രങ്ങൾ കണ്ണാടിക്ക് നോക്കണം, എന്നിട്ട് വേണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ. ഈ ചെന്നിത്തലന്റെ മോനുമായിട്ട് നമ്മുടെ ഇവിടെ പാലായിലെ സുരേഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സാറിന്റെ മോളെ കല്യാണം ആലോചിച്ചതാ. എന്തുകൊണ്ടിട്ട് ആ ബന്ധം ഇറങ്ങിപ്പോയി? ഇയാളെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടിട്ടാ പോയത്. അയാൾ ഇന്നും അമേരിക്ക കിടന്ന് നല്ല പൈസക്കാരനാ. എന്നിട്ട് 2 മക്കളെടുത്തത് എന്താ? ഒന്ന് നായരും ഒന്ന് ക്രിസ്ത്യാനി. വലിയ ജാട കാണിച്ച് ഇവന്മാരൊക്കെ നടക്കുന്നുണ്ടല്ലോ.
എന്ത് ചാടാൻ? ഇത്രയും ദിവസമായി ഈ അമ്മയും മക്കളും വയനാട്ടിൽ വന്നിട്ട് തെണ്ടാൻ വേണ്ടി വന്നിട്ട് കിടക്കുന്ന ഇതിന്റെ ഈ കാര്യത്തിൽ ആരെങ്കിലും ഒന്ന് പറയേ പിടിക്കുക, എന്തെങ്കിലും ചെയ്താ കൊച്ചിനെ കയറ്റണമെന്നോ എന്തെങ്കിലും പറഞ്ഞു? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടെ ഇവനെ ഒതുക്കിയിട്ട് കേരള യാത്ര നടത്തിയാൽ ഭരണം കിട്ടുന്നതാണ് ഇവന്മാര് കരുതി പണി തുടങ്ങുന്നത്. കിട്ടത്തില്ല സാറേ, കിട്ടത്തില്ല. ഇവിടെ ഹൈക്കാട് മൊത്തം വെറുത്ത് ഇതായി ഇനി ഇവര് കയറത്തില്ല. ഇവർക്ക് ഒരു ഭരണം ഇല്ല. ഭരണം ഇവര് പോയി. ഉമ്മൻചാണ്ടിന്റെയും പിന്നെ കരുണാകരന്റെ ഒക്കെ കാലത്ത് CH മുഹമ്മദ് കോയന്റെ ഒക്കെ കാലത്തുണ്ടായ ഭരണങ്ങളൊന്നും അല്ല, ആ ഭരണമൊക്കെ പോയി. ആ സുധാകരൻ സാറ് എന്തുപോലെ പുള്ളി പിന്നെ ചൂടാണെങ്കിലും കാര്യം കണ്ടത് കാര്യം ഉള്ളതുപോലെ പറയും. ഈ നായിന്റെ മോനെ വിളിച്ച് വരുത്തി ഇതിന്റെ ഉള്ളിൽ കയറ്റിട്ട് ഇവൻ ഇറക്കണം, എന്നാലൊരു ഭരണം ഇവർക്ക് കിട്ടും. ഈ VD സതീശൻ എന്ന് പറഞ്ഞ പെണ്ണ് പിടിയനെ ഇറക്കി, അവനിക്ക് കള്ളും പെണ്ണും മാത്രമേ ഉള്ളൂ. അത് പറവൂര് ചെന്ന് അന്വേഷിച്ചാൽ ഇവന് ഒരു വീടില്ല കയറാത്ത ഒരു വീട്. അവിടെ ഈ നമ്മുടെ പ്രൊഫസർ JB തോമസ് നിയമസഭയിലോട്ട് MLA ആയിട്ട് പിന്നെ മന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയിട്ട് വോട്ടിന് ഇവന് ഞങ്ങളെ തൊട്ടതെക്കല്, എൻ്റെ വീടിന്റെ തൊട്ടതെക്കല് ആൾക്കാർ കൂടി നിന്നപ്പോൾ ഞാൻ പോയി ഒളിഞ്ഞു നോക്കിയതാ. വോട്ട് വെച്ചില്ലേ, ഞാൻ പോയി ഒളിഞ്ഞു നോക്കിയപ്പോൾ എന്താ ചേച്ചിന്നാണ് പറഞ്ഞ് സെലീനാന പിന്നെ എന്താ ഭാഷ പറഞ്ഞെന്ന് VD സതീശന് വോട്ട് ചോദിച്ചു എന്നതാ. VD സതീശന് ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് 3 ആമ്പിള്ളേര്, ആ ചേച്ചിന്റെ 3 ആമക്കള് കമ്പിപ്പാര എടുത്ത് മോള് കുറ്റിച്ചൂലും കൊണ്ട് ഓടിയല്ലേ, ഇവൻ തുണിയും പൊക്കിക്കൊണ്ടാ ഓടിയത്. ഇനി മേലാൽ ഫോട്ടോച്ചിലെ മട്ടാഞ്ചേരിയിൽ നിന്റെ കാല് കണ്ട വെട്ടിയെടുക്കും. ഞങ്ങൾ CPM-ന്റെ ആ ഏരിയ മൊത്തം CPM ആണ്. ഞങ്ങളെ പോലെ 5 വീട്ടുകാർ മാത്രമേ ഉള്ളൂ കോൺഗ്രസ്. അറിയോ, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഇന്ദിരാഗാന്ധി മരിക്കുമ്പോഴും പിന്നെ രാജീവ് ഗാന്ധി മരിക്കുമ്പോഴൊക്കെ ഓരോരോ ചരമവാർഷികത്തിന് എൻ്റെ അമ്മയുടെ സ്വർണം കൊണ്ടുപോയി വിറ്റിട്ടാ ഞങ്ങൾ ആ ജംഗ്ഷനിൽ അരിയും പയറും എൻ്റെ ഫാദർ വാരിക്കൊണ്ടിരുന്ന് വെച്ചത്. അത്രയും നല്ല നീറ്റായിട്ടുള്ള ഒരു ഭരണമായിരുന്നു ഞങ്ങള്. ഞങ്ങൾ പ്രവർത്തിക്കാനും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അനൗൺസിന് പോകും, ഞാൻ കൊടിയടിക്കാൻ പോകും, ഓരം കെട്ടാൻ പോകും, എല്ലാത്തിനും പാതിരാത്രി ഇവരെയും ഞങ്ങൾ. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു അട്ടിയള ഞങ്ങൾ വെറുത്ത് പോയി. എന്തിനാ ഇങ്ങനെ തമ്മിൽ കുത്തുന്നത്? ഈ പൈസ ഈ താഴേക്കത്തെ പൈസ എന്തിനാ? ഇവന്റെ മോള് തന്നെ ഇവനിക്ക് ഉണ്ടായത് തന്നെയാണെന്ന് സംശയമുണ്ട്. VD സതീശന്റെ മോളെന്ന് പറഞ്ഞ ഈ പിന്നെ KC വേണുഗോപാലിന്റെ പെണ്ണുമ്പിള്ള പൊക്കി പിടിച്ചുകൊണ്ട് വന്നല്ലോ. സരിത പറഞ്ഞപ്പോ എന്താ ഇവള് പൊക്കാഞ്ഞത്? സരിത പറഞ്ഞപ്പോ എന്താ ഇവള് പൊക്കാഞ്ഞത്? അതല്ല ഈ പിന്നെ PT തോമസിന്റെ ഭാര്യ ഉമാ തോമസ്, ഇവൾക്ക് MLA സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കേണ്ട ഒരു അധികാരം അവൾക്കില്ല, അർഹതയില്ല അവൾക്ക് അവിടെ. പിന്നെ അയാളെ നല്ല ചെയ്തതിന്റെ പേരിൽ ആ പെണ്ണുമ്പിള്ള നിന്നതിന്റെ പേരിൽ അവള് ജയിപ്പിച്ചതാ. പിന്നെ ഷാനി മോൾ ഉസ്മാനി എന്തുകൊണ്ട് അവളെ മണ്ഡലത്തിൽ നിന്ന് അവള് ആദ്യത്തെ കഞ്ഞി വോട്ടിന് തന്നെ അവള് പോയത്? എല്ലാം മൊത്തം തൂത്തുവാരില്ല ആരിഫ്. ഇവിടൊക്കെ ആരാണെന്നാ വിചാരം? കുറെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്ന് പറയുമ്പോഴത്തേക്കും, ഊച്ചാളി പെണ്ണുങ്ങൾ വന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാരങ്ങ് സ്വീകരിക്കുമെന്ന് വിചാരിച്ചു. ഇപ്പൊ എന്താ ആരും പൊങ്ങാത്തത്? ഇവരൊക്കെ നല്ലതായിരുന്നോ? ഈ രാജ്മോഹൻ ഉണ്ണി തന്നെ കട്ടിന്റെ അടിയിൽ നിന്ന് പിടിച്ചതല്ലേ? എല്ലാം പെണ്ണുപിടിയന്മാരാ. ഈ പിന്നെ മുകേഷിന്റെ പെണ്ണുമ്പിള്ള ലൈവില് വന്നിട്ടാ പറഞ്ഞത് സരിത എന്റെ കല്യാണം കഴിഞ്ഞ 2-ന്റെ അന്ന് തുടങ്ങിയതാ പെണ്ണുപിടി. ഞാൻ നേരിൽ കണ്ടതാണ്. അങ്ങനെയാണ് അവള് നേരിട്ട് അവന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. എല്ലാ ലൈവിലും വന്ന് അവള് നിന്ന് പറഞ്ഞത്. രണ്ടാമത്തോളും പറഞ്ഞു. അങ്ങനത്തെ അവന്മാരൊക്കെ ഇരിക്കുന്നില്ല. അപ്പൊ ഇവന്മാര് ഊച്ചാളികളായിട്ടല്ലേ പന്നത്തായി ഒളികൾ കാശെന്നും പറഞ്ഞ് ഓടിയതല്ലേ? ഇവർക്ക് ഭരണമല്ല വലിയ പ്രധാനം, ഇവർക്ക് കാശാ സാറേ. രാഹുലിനോട് പറയണം ഇങ്ങനെ തളർന്നിരുന്ന് വരുമ്പോ ആ ചെറുക്കനും കൂടെ തളരത്തേ ഉള്ളൂ, അവരുടെ കുടുംബം തളരത്തുള്ളൂ. അതിന്റെ അമ്മനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മോൻ എത്രയും പെട്ടെന്ന്, അവൻ ശക്തി പ്രാപിച്ചവനാ. അവൻ എങ്ങനെയും ഇടിച്ച് താഴ്ത്താനേ അവര് നോക്കുന്നുള്ളൂ. ശക്തി പ്രാപിച്ച് ഷാഫി പറമ്പിൽ വന്നതുപോലെ തന്നെ ഇവൻ വരണം. എന്നാ ഈ മൗനം പാലിക്കുന്നത് എന്തിനാ രാഹുല്? അതാ ഈ ആൾക്കാർക്ക് ചിന്താഗതി ഭയങ്കര ഡൗട്ടായിട്ട് വരുന്നത്. ഈ രാഹുൽ എന്തിനാ മൗനം പാലിക്കുക? രാഹുൽ ചെയ്തിട്ടില്ല, തെളിയട്ടെ, സത്യം തെളിയട്ടെ. ഞാൻ ഇവിടെ തന്നെ വിട്ടു പോകത്തില്ല, ഞാൻ ഇതിൽ തന്നെ നിൽക്കുമെന്നും പറഞ്ഞ് അവൻ മണ്ഡലത്തിൽ ഇറങ്ങണം. അവൻ ആണായി മണ്ഡലത്തിൽ ഇറങ്ങണം. അതാ ചെയ്യേണ്ടത്. ഇല്ല ഒരാള് ഇത് ചെയ്ത് എന്നും പറഞ്ഞ് തെറ്റുപറ്റാത്ത ഒരാരുമില്ല ലോകത്തിൽ. ഇന്ത്യ പ്രധാനമന്ത്രിയും അമേരിക്കൻ മന്ത്രിയും എല്ലാ മന്ത്രിമാർക്കും തെറ്റുപറ്റുന്നു, വലിയ വലിയ കോടീശ്വരന്മാർക്കും തെറ്റുപറ്റുന്നു. പിന്നെ അവരൊന്നും ഇറങ്ങാത്തത് അവരെ കാശിന്റെ പവർ കൊണ്ടിട്ടാ ഇറങ്ങാത്തത്, വേറെ ഒന്നുമല്ല സാറേ. ആ കൊച്ചിനെ ഇറങ്ങി വന്നേ പറ്റൂ നാട്ടിൽ. ചെറു പിള്ളേരറിഞ്ഞിട്ടെ, ഈ മുതുകിളവന്മാരെന്തിനായി ഈ കാമമൂത്ത കാലമാടന്മാരെന്തിനാ ഇരിക്കുന്നത്? ചെറു പിള്ളേരെ ഇറങ്ങട്ടെ, ചെറു പിള്ളേരെ ആൾക്കാർക്ക് ജനങ്ങൾക്ക് ആവശ്യം, അല്ലാണ്ട് ഈ മുതുകിളവന്മാരെ അല്ല. നമ്മളെ ഈ കോൺഗ്രസിലുള്ള തായൊളികളൊന്നും ശരിയല്ല. അവരെന്താ അത് ചിന്തിക്കാത്തത്? ഇപ്പൊ പത്മജ പോയിട്ട് പത്മജ വീണ്ടും കോൺഗ്രസിലോട്ട് വന്നു. ഇവിടെ ഒന്നും അടിച്ചു കയറ്റരുത്, ഇവിടെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല.
മുരളിന്റെ പെണ്ണുമ്പിള്ള ഇല്ലെങ്കിൽ അവൾക്ക് ഉറക്കാൻ കിട്ടത്തില്ല. എന്താ അവളെ കൂടെയാണോ മുരളിന്റെ പെണ്ണുമ്പിള്ള ഉറങ്ങുന്നത്? ഇവളൊക്കെ ഒന്നും നാണമില്ലെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഉമാ തോമസ് LDF പോകുന്നു. അവൾ വിചാരിച്ച LDF അങ്ങനെ അങ്ങ് അവളെ കണ്ടിട്ട് അങ്ങ് എടുക്കൂ കയറ്റുന്നു. കയറ്റി ഇവൾക്ക് നാളെ പിറ്റേന്ന് വരുന്നതും ഈ ഗതിയുടെയൊക്കെ തന്നെയാ. പീഡന കേസിൽ തന്നെ ഇവള് പിന്നെ പുറത്താവുക. ഇപ്പൊ നമ്മളിത് ഇന്ന് UDF എന്നായിരുന്നു പറയുന്നത്, മുസ്ലിം ലീഗ് മറ്റുള്ള ചെറിയ സംഘടനകൾ. ഇന്ന് ഇത് UDF ആണോ അതോ കേക്കച്ചൻ പാർട്ടിയാണോ? ഇവന്റെ ഒച്ച മാത്രമേ കേൾക്കാവുള്ളൂ. ആരത്? ഈ കേക്കച്ചന്റെ ഒച്ച മാത്രമല്ലേ കേൾക്കാവുള്ളൂ. അതുകൊണ്ട് ഇതൊരു കേക്കച്ചൻ പാർട്ടി എന്ന് വിളിക്കുന്നല്ലേ നല്ലത്? അത് ആണ് കേക്കച്ച. അവന്റെ തല പോണം സാറേ. അവൻ ഇതിന്ന് പുറത്താക്കിയെങ്കിലേ ഈ UDF തല നിൽക്കത്തുള്ളൂ. ഇത്രയും പ്രശ്നം ആഭ്യന്തരമന്ത്രിയായി അയാള് പിന്നെ MLA സ്ഥാനത്ത് നിന്നിട്ടൊന്നും ഇത്രയും പ്രശ്നങ്ങൾ കാര്യം എന്തോ ആയിക്കോട്ടെ, അയാൾ വികസനത്തിന് വേണ്ടി ഹരിപ്പാട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ രമേശ് ചെന്നിത്തല. അത് ഞാൻ സത്യം പറയാം ഉള്ളത്. പക്ഷെ ഇവന്റെ കൂടെ താങ്ങിയതാണ് ഇപ്പൊ അയാൾക്ക് വന്ന അപരാധം. ഇതുവരെ അയാള് കൂടെ നിന്നള്ളി ഹരിപ്പാടുന്ന് ഒരു മനുഷ്യനും LDF ആയാലും BJP ആയാലും 3 പ്രാവശ്യം നിന്നതാണ്. സത്യന്നോ എന്താണ്ട് പറഞ്ഞിട്ട് ഒരാളുണ്ടായി, അയാള് BJPന്റെ. പിന്നെ 2 പ്രാവശ്യം നിന്നതാണ് പിന്നെ വേറൊരാൾ ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും തോറ്റുപോകുന്നത് വെച്ചാൽ രമേശനെ അയാളെ ഫണ്ടിൽ വരെ എടുത്ത് അയാളെ മോൻ്റെ ഒരു കല്യാണം നടത്തി ആഡംബരമായിട്ട് എത്രയോ ലക്ഷം രൂപ മുടക്കിയിട്ടാണെന്ന് ഒരു ബോയ്സിൽ പന്തലിട്ട്. അപ്പോഴാണ് UDFന്റെ 2 വിദ്യാർത്ഥികൾ അവിടെ വെട്ടേറ്റ് മരിക്കുന്നത്. CPM വെട്ടിന്ന് പറഞ്ഞിട്ട് കൃപേഷും ശരത് ലാലെന്നും പറഞ്ഞിട്ട് ആ കൊച്ചിന് 2 മക്കളെ നടക്കുന്നത്. അന്നേരം ആ കൊച്ചുങ്ങള് രമേശ് ചെന്നിത്തലന്റെ മോൻ പറഞ്ഞ് അച്ഛാ കല്യാണം നടത്തണ്ട, നമുക്ക് ആ മക്കളെ സഹായിക്കാന്നും പറഞ്ഞ് അന്നേരം ആ പന്തൽ അവിടെ പൊളിച്ചു. ഞങ്ങൾക്കൊക്കെ കല്യാണം വിളി വന്നതാ, പോസ്റ്റ് വഴി ഞങ്ങൾക്ക് കാർഡ് വന്നതാ. ഞങ്ങൾ ഓഫീസുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. എൻ്റെ ഭർത്താവ് അവിടെ ജോലിക്ക് പോകുന്നതാണ്, നല്ല കാര്യങ്ങളുണ്ട്, എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എൻ്റെ കൊച്ചിനെ പെട്ടെന്ന് തിരിച്ചറിയും. 16 വയസ്സായിപ്പോൾ എൻ്റെ മോനിക്ക് ഒരു ഫോണിന് ഞാൻ ആവശ്യപ്പെട്ട് ഏറ്റവും പെട്ടെന്ന് എത്തിച്ചു തന്നു എനിക്ക്. അപ്പോൾ പക്ഷെ ഇവന്റെ താങ്ങിയാണ് അയാൾ ആ വില പോയത്. അത്രയും ഉപകാരങ്ങൾ അയാളെ കൊണ്ട് ഈ ഹരിപ്പാടിനുണ്ടായിട്ട് അയാൾ എന്തുകൊണ്ടിട്ട് ഇപ്പൊ ഈ മൂർദാങ്ങിന്റെ കൂടെ പോയത്, ഈ കേക്കച്ചന്റെ കൂടെ പോയത്? അവൻ കേക്കച്ചെന്ന് വിളിക്കാൻ പറ്റത്തില്ല, അവനെ പാട്ടി താഴോളിനെ വിളിക്കാനേ പറ്റത്തുള്ളൂ. അവനെന്തിനാ കേക്കച്ചെന്ന് വിളിക്കുന്ന? അവനെന്തിനാ ഈ കാണുന്ന പെൺപിള്ളേരെല്ലാം ഇവനിക്ക് ഉണ്ടായതാണ് അച്ഛൻ വിളിക്കാൻ? അപ്പൊ എനിക്ക് മക്കളുണ്ട്, ഇവനിക്കും വേറെയും മക്കള്. സാറേ ഞാൻ പറയുന്നത് സത്യമായ സാറ് പറൂര് പോയി അന്വേഷിച്ചു. ഇവന് കേറിയ വീട്ടിൽ സന്താന ഭാഗ്യം ഉറപ്പാ, അത് ഉറപ്പാ. പറൂര് പോയി അന്വേഷിച്ചാൽ അതല്ലയോ പറഞ്ഞത്, ആ വിത്തുകാളെ എനിക്ക് വേണം, വേറെ തിരിച്ചു വിടരുത്, എന്റെ വീട്ടിൽ കൊണ്ട് കെട്ടണമെന്ന്. അതുകൊണ്ടാണ് ഇവനങ്ങനെ പറഞ്ഞത്. ആയിരിക്കും അവനും എന്തെങ്കിലും ഉദ്ദേശം വെക്കാണ്ടാണല്ലോ അവനങ്ങനെ പറഞ്ഞത്. ഉദ്ദേശം ഇല്ലെങ്കിൽ അവനങ്ങനെ പറയത്തില്ലല്ലോ. അല്ലെങ്കിൽ അവനെ പറയത്തില്ലല്ലോ, ആ ഭാഷ അവനെ അങ്ങനെ പറയത്തില്ലല്ലോ. നമ്മൾ പറയുന്നത് അവൻ അക്കരയിലും ഞാൻ ഇക്കരയിലോ താമസിക്കുന്നത്. ഈ ഏരിയയിൽ കിടന്ന് ഇവൻ തുള്ളിയതാ കുറെ. അവിടെ ചോദിച്ചാൽ അറിയാൻ പറ്റും. ഇവന്റെ വീടിന്റെ അരിയത്തുള്ള ഒരു ചേച്ചിനെയാണ് എന്റെ തെക്കേ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടുത്തെ മോൻ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് പറയും ഇവൻ പറൂര് കേറാത്ത ഒരു വീടും ഇല്ല എന്ന് പറയും. ഇവൻ എല്ലാ വീട്ടിലും സ്വതന്ത്ര ബുദ്ധി കൊണ്ട് കയറിയിട്ടുണ്ട്, പെണ്ണുങ്ങളെ നല്ലതുപോലെ കയ്യിലെടുത്തിട്ടുമുണ്ട്. ഈ സതീശൻ എന്ന് പറഞ്ഞു ഈ പെണ്ണുപിടിയനാ, അവൻ വേറും പെണ്ണുപിടിയനാ. ഇതിനെയൊക്കെ ഇവിടെ കയറ്റിയ സഭ തന്നെ നാറിപ്പോകും. ഇവന് വലിയ പിണറായിനെ വെല്ലുവിളിക്കുക. നിങ്ങളെ ഇതിലിരുന്നിട്ട് CPM പെണ്ണ് വിളിച്ചത് നിങ്ങൾ അവിടെ ചേർത്ത് പിടിച്ച് ഞങ്ങൾക്ക് അതിന് ആവശ്യമില്ല, ഞങ്ങൾ പുറത്താക്കി എന്നുള്ള ഒരു വലിയ ഭാവവാ. എന്താ ഇവന്റെ തന്തന്റെ വകയാണോ നിയമസഭ? അല്ല പെണ്ണുമ്പിള്ളക്ക് ശ്രീധരൻ കിട്ടിയതോ വകയില്? ഇവൻ വലിയ ആളാകാന് പറൂര് ശാന്തനെ ഇറക്കിയാൽ മതി. അപ്പൊ ഇവന്റെ വലിയ ആൾക്കാരെ നിയമസഭയെ കൊണ്ടുവന്നാൽ മതി. പറൂര് പറൂര് വെട്ടി തുറന്നു കാര്യങ്ങള്. ഇവൻ ഉണ്ടാക്കിയതും പറയും, ഉള്ളതും പറയും, എല്ലാം പറയും. സാറ് ഇന്നാളെ ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ കണ്ടല്ല, ഒരു പെണ്ണ് വിളിച്ച് പറയുന്ന കണ്ടോ? വന്ന വഴി നീ മറക്കല്ലടാ സതീശ എന്ന് പറയുന്ന കേട്ടോ. ഇവൻ പറൂര് നിന്നാലും എവിടെ നിന്നാലും ഇവൻ തോറ്റ് ഇതാകണം. ഇവനിക്ക് ഇത്ര എല്ലാം കേൾക്കണം. ഇവൻ ആണത്തുള്ളവരാണെങ്കിൽ ഇവനാണെങ്കിൽ ഇവൻ അന്നേ ആത്മഹത്യ ചെയ്യണവർ. ഇവനിക്ക് ഉളിപ്പില്ല എന്നുള്ളത് അപ്പൊ മനസ്സിലാക്കിക്കോ. ഇവനിക്ക് ഉളിപ്പില്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കിക്കോ. ഇപ്പൊ എന്താ ലീഗിന്റെ ആൾക്കാരെന്താ ഇറങ്ങാത്തത്? അവര് നല്ല ശക്തി പ്രാപിച്ച് നിൽക്കുക ആൾക്കാർ. ഇപ്പൊ ഇവരെന്ന് വെച്ചാൽ ഈ രാഹുൽ ഇപ്പൊ അവിടെ MLA സ്ഥാനം ഒഴിഞ്ഞാൽ BJPക്കാർ അടിച്ചു കയറും. അത് യാതൊരു സംശയവും വേണ്ട. BJPന്റെ കോട്ടയായിട്ട് നിൽക്കാൻ അവിടെ ജയിക്കേണ്ട കാര്യം കോൺഗ്രസിനാ ഉള്ളത്. കോൺഗ്രസിന്റെ കാര്യം അവിടെ BJP ജയിക്കണമെന്ന് പറഞ്ഞാൽ പാലക്കാട് എന്ന് പറഞ്ഞാൽ BJPക്കാരെ കോട്ടയാണ്.
അതെല്ലാരും പറയുന്നുണ്ട്. അത് കൈവിട്ട് പോയാൽ പിന്നെ അത് BJP കൊണ്ടുപോകും. ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നായിന്റെ മോന്, അവനിക്ക് സിനിമാ ലോകത്തിൽ നിന്ന് അവന് പെണ്ണുങ്ങളെ കയ്യിലെടുത്തിട്ട് അവന് തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് മുരളി സാറിനെ തോപ്പിച്ചു. അവൻ കയ്യിൽ നിന്ന് എല്ലാം കാണിച്ചു കഴിഞ്ഞ് കയ്യിലായി കഴിഞ്ഞപ്പോ ഒരു തന്ത ഒരു ഫോമോ എന്താണ്ട് കൊണ്ട് ചെന്നപ്പോ പറയുക വിട്ടു നിക്ക്. അപ്പൊ അവനിക്ക് അലർജി. പ്രായം ചെന്നവരെ കണ്ടപ്പോ അവനിക്ക് അലർജി. ഇവനൊക്കെ കോട്ടും സൂട്ടും ഈ വെള്ള കതറെല്ലാം കഞ്ഞി മുക്കി പശയിൽ ഇതൊക്കെ മുക്കി ഉജാല സ്റ്റിഫിൻ ചെയ്യെല്ലാം മുക്കി ഇടണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ജയിപ്പിച്ചു വിടാണ്ട് ഇവന് ഉജാല മുക്കി ഇടത്തില്ല തുണിയൊന്നും വടി പോലെ ആക്കിയിടാൻ. അല്ലാണ്ട് ഇവന്റെ വീട്ടിൽ നിന്ന് 4 വോട്ട് കിട്ടിയിട്ടൊന്നും അല്ല ജയിക്കുന്നത്. അത് മനസ്സിലാക്കണം ഈ പന്ന നാറികൾ. അവന്റെ മൂടും താക്കി നടക്കുന്നു ഇവിടത്തെ MLA എന്ന് പറഞ്ഞ നാറി, പരനാറി. എനിക്കൊന്നും നാണവന്മാരില്ല. എനിക്കൊക്കെ പോയി തൂങ്ങിച്ചത്തൂട്. ഇനിയിപ്പോ ഇയാൾക്ക് ഈ മുഖ്യമന്ത്രി ആയിട്ടിരിക്കാൻ അയാൾ ആഭ്യന്തരമായി, MLA ആയി, പ്രതിപക്ഷമായി. അയാൾ ഇനി എന്ത് താങ്ങാനാ? ഈ പ്രായം ചെന്ന് ഈ ഡൈലും ചെയ്തിരിക്കുന്ന കൊച്ചു പിള്ളേർ ഇറങ്ങട്ടെയാണ്. കൊച്ചു പിള്ളേർ ഇറങ്ങുന്നതാ ജനങ്ങൾക്ക് നല്ല ആശ്വാസവും കരുത്തും. ഇപ്പൊ വലിയ എവിടെയെങ്കിലും അടിയുണ്ടായി ഇവന്മാര് തുണിയും പൊക്കിട്ട് ഓടും. കളസം പടക്കം പൊട്ടിക്കും. വിഷമാധവല് ദിലീപ് പടക്കം പൊട്ടിക്കുന്ന പോലെ കക്കാൻ കയറുമ്പോ ഒക്കെ പെണ്ണുപിടിയന്മാര് അതിലും ഉണ്ട് ഇതിലും ഉണ്ട്. അത് ഈ പരനാറികള് മനസ്സിലാക്കുന്നില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.